ഹായ് ഹലോ. കണ്ണനെ എഴുത്തിട്ട് ഏകദേശം ഒരു കൊല്ലം കഴിഞ്ഞെങ്കിലും ഞാനങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ട് പഠിപ്പിക്കാറൊന്നുമില്ല. അവന് ചിത്രം വരയ്ക്കാൻ തോന്നുമെങ്കിൽ വരയ്ക്കും. പിന്നെ ഞാനിങ്ങനെ ബുക്കൊക്കെ കൊടുക്കും, അവൻ കുത്തി വരയ്ക്കും, അത്രയ്ക്കേ ഉള്ളൂ. കാരണം കുട്ടികൾക്ക് കൈക്ക് നല്ല എക്സസൈസ് വേണം, എന്നാലേ നല്ലപോലെ എഴുതാനും വരയ്ക്കാനും ഒക്കെ പറ്റുള്ളൂ. ഈ റാ ഷേപ്പ്, നമ്മുടെ മലയാളാക്ഷരം എന്ന് പറയുമ്പോൾ ആയും റായും തായും അങ്ങനെ കുറേ ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് അത് പഠിക്കണമെങ്കിൽ അവർ കൈ നല്ലപോലെ വഴങ്ങണം. അപ്പോൾ നിങ്ങൾ ആദ്യം അങ്ങനത്തെ ഉള്ള കുത്തി വരയ്ക്കാനുള്ള ഒരു എക്സസൈസാണ് അവർക്ക് കൊടുക്കേണ്ടത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കൊല്ലം കണ്ണിന് അങ്ങനെ ഇട്ട് കൊടുത്തിരിക്കാം. മാക്സിമം കുത്തി വരച്ചിട്ടുണ്ട്, എന്തിന് ചുമര് വരെ നിറച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ആ ഒരു കുത്തി വരയ്ക്കുന്ന ടൈം അല്ലെങ്കിൽ ആ ഒരു എക്സസൈസിൻ്റെ ടൈം ഞാൻ പതുക്കെ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് കണ്ണിന് അഡ്മിഷൻ എടുത്തു നമ്മൾ LKGക്ക്, എന്ന് വെച്ചാൽ ജൂണിൽ സ്കൂളിലേക്ക് പോകാൻ തുടങ്ങുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ 1 to 4 വരെയൊക്കെ എത്തിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പതുക്കെ ഞാൻ കുറേ തവണ 1 പറഞ്ഞ് എഴുതിക്കും. അതേപോലെ തന്നെ 2 ആണെങ്കിലും ഒരുപാട് റാ ഇട്ടൊരു വര വരയ്ക്കും, അങ്ങനെ ഒരുപാട് തവണ പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ എല്ലാം ചെയ്ത് തുടങ്ങുന്നത്. അങ്ങനെ ചക്ക പോലെ എഴുതിയിട്ടുള്ള കണ്ണൻ ഇപ്പം ചെറുതാക്കി എഴുതാനുള്ള ഒരു തത്രപ്പാട് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫോട്ടോസ്റ്റാറ്റ് പേപ്പറിൽ ചുമ്മാ വരച്ച് കളം പോലെ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലാണ് എഴുതിപ്പിക്കാറ്. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ എഴുതിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ആദ്യത്തെ 1 ഉണ്ട്, വലുതായിരുന്നു. പിന്നെ ചെറുതാക്കി നോക്കൂ, ചെറുതാക്കി വന്നു. പിന്നെ ഇവിടെ ഇങ്ങനെ കളർ ഇട്ട് കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ 1 എഴുതിപ്പിച്ചു. ഇവിടുന്ന് എങ്ങോട്ട് ഫുള്ള് 2 ആണ് കേട്ടോ. ഇത് തലതിരിച്ച കാണുന്നത്, പക്ഷേ ഇത് മുഴുവൻ 2 എഴുതിപ്പിച്ചതാണ് കേട്ടോ. കുറേയൊക്കെ കണ്ണനും എഴുതിയിട്ടുണ്ട്. എവിടെ കണ്ണൻ എഴുതിയിട്ടുണ്ട്, ഇതൊക്കെ കണ്ണൻ എഴുതിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പതുക്കെ അവൻ ഇങ്ങനെ എഴുതിക്കൊണ്ടേ ഇരിക്കുമ്പോൾ പതുക്കെ കൈ ഇങ്ങോട്ട് ലൂസാക്കും. അപ്പോൾ അവൻ ഓട്ടോമാറ്റിക്കലി ആ കൈ എഴുതുന്ന കൂട്ടത്തിൽ വന്നോളൂ. നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ, അല്ലെങ്കിൽ തുടങ്ങുന്ന കുട്ടികളൊക്കെ ആണെന്ന് വെച്ചാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അല്ലേ, അടുത്തത് 3ന്റെ ആഘോഷമാണ്. 3 എഴുതിയതിൻ്റെ ആഘോഷമാണ്. കണ്ണിന് 3 ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ കണ്ടോ, വലുതാക്കി എഴുതി. അപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ പേപ്പറിൽ കള ഇട്ടിട്ടാണ് കണ്ണനെ എഴുതിപ്പിച്ചോണ്ടിരുന്നത്. കണ്ടോ, ഇത് ഫുള്ള് 3, ഇവിടെ അങ്ങോട്ട് 4, അങ്ങനെ കണ്ടോ ഇതുപോലെ കള ഇട്ടിട്ടാണ് ഞാൻ കണ്ണനെ എഴുതിപ്പിച്ചത്. ഇതൊക്കെ നമുക്ക് വേസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോസെറ്റ് പേപ്പറാണ് കേട്ടോ. പിന്നാലെ എന്തൊക്കെയോ പ്രിന്റ് സാധനങ്ങളാണ്. നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഭാഗത്താണ് കണ്ണിനെ കൊണ്ട് എഴുതിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് ബുക്കാണ് ഇങ്ങനത്തെ ഉള്ള ബുക്ക് കേട്ടോ. കണ്ടോ, നമ്മൾ കുഞ്ഞിലേക്ക് ഇതിനേക്കാളും വലിയ കളറായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം ഇങ്ങനെയുള്ളതാണ്. ക്ലാസ്മേറ്റ്സിൻ്റെ ബുക്കാണ്. 30 രൂപയാണ് കേട്ടോ. ഈ ചെറിയ നോട്ടിന് ഏകദേശം നമ്മുടെ കയ്യിൽ അത്രേ ഉള്ളൂ. ഈ ചെറിയ നോട്ടിന് 30 രൂപയാണ്. അത്യാവശ്യം പേജസ് ഒക്കെ ഉണ്ട് കേട്ടോ. എത്ര പേജ് ഉണ്ട്? 172 പേജസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഉണ്ടാവുമായിരിക്കും. ഇങ്ങനത്തുള്ള സാധനം വാങ്ങിച്ചിട്ട് കുട്ടികളെ കൊണ്ട് എഴുതിപ്പിച്ച ചെറിയ അക്ഷരവും വരും. എന്ന് വെച്ചാൽ വലിപ്പമുള്ളത് മാറി ചെറിയ ഇതിൻ്റെ ഉള്ളിൽ കൊള്ളുന്ന പോലെ എഴുതി തുടങ്ങും, വൃത്തിയായിട്ടും എഴുതി തുടങ്ങും കേട്ടോ. അപ്പോൾ കോപ്പി വാങ്ങുന്നതിന് മുമ്പ് ചെറിയ കുട്ടികൾക്ക് ഇങ്ങനത്തുള്ള ബുക്കൊന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കും. കുറേ പേർക്ക് ഇതൊന്നും അറിയില്ല. ഞാൻ പക്ഷേ ഇത് പണ്ട് സ്കൂളിൽ നമുക്ക് കിട്ടുമായിരുന്നു, സ്കൂളിൽ നിന്ന് കിട്ടുമായിരുന്നു ഇങ്ങനത്തുള്ള ബുക്സ്. ഇപ്പോൾ ഇത് നമുക്ക് സാധാരണ സ്റ്റോഴ്സിലൊക്കെ കിട്ടും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇനി കണ്ണനെ ഇതിലും എഴുതിപ്പിച്ച് പഠിപ്പിക്കാം. താങ്ക് യു.